നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേവലം ഒരു മദ്യത്തിന്റെ പേരിൽ കൊലപാതകം. എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി നോക്കാം. കുടിക്കാൻ വാങ്ങി സൂക്ഷിച്ച മദ്യമെടുത്ത് കുടിച്ചതിന്റെ ദേഷ്യം സഹിക്കാനാകാതെ അമ്മാവന്റെ മകനെ ചവിട്ടിക്കൊന്നിരിക്കുകയാണ്. പ്രതി അറസ്റ്റിലായി. ആദവനാട് സ്വദേശി മണ്ണിൽ ചക്കച്ചാട്ടിൽ പത്മാനന്ദനാണ് ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. 52കാരനാണ് കൊലപാതകി. ആദവനാട് സ്വദേശി മണ്ണിൽ ചക്കച്ചാട്ടിൽ പത്മാനന്ദനെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 52കാരനാണ് കൊല്ലപ്പെട്ടത്. കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ഗിരീഷാണ്. 48കാരനാണ് പ്രതി. തിരൂർ പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിയുടെ അമ്മാവന്റെ മകനായ പത്മാനന്ദൻ പ്രതി വാങ്ങിവെച്ച മദ്യമെടുത്ത് കുടിച്ചു. ഇതിലൊരു വിരോധമാണ് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. മദ്യം കുടിച്ചതിന്റെ വിരോധം വെച്ച് സോഫയിലേക്ക് തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചും ചവിട്ടി വാരിയിൽ പൊട്ടിച്ചുമാണ് അതിക്രൂരമായ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാസം 20-നാണ് കേസിന് ആസ്പദമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. പ്രതി പത്മാനന്ദനെ തടഞ്ഞുവെച്ച് സോഫയിലേക്ക് തള്ളിയിട്ട് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽപ്പിച്ചും നിലത്തേക്ക് വീണ പത്മാനന്ദന്റെ നെഞ്ചിന്റെ ഭാഗത്ത് പലതവണ ചവിട്ടിയും ഗുരുതരമായ പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ ക്രൂരത ചെയ്ത ശേഷം ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനൊന്നും ശ്രമിച്ചില്ല. ചികിത്സ നൽകാതെ വീട്ടിൽ തടഞ്ഞിട്ടു. ഇത് കാരണം ഗുരുതര പരിക്കുപറ്റി 25-ാം തീയതി പത്മാനന്ദൻ മരണപ്പെട്ടു. മൃതദേഹം തിരൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊന്നാനി ഈഴവത്തുരുത്തി ശ്മശാനത്തിൽ സംസ്കരിച്ചു. പ്രതിയെ നിലമ്പൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അതിക്രൂരമായ കൊലപാതകമാണ് പ്രതി നടത്തിയിരിക്കുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കൊലപാതക വാർത്ത തന്നെയാണ്. ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഭർത്താവ്. വിശദമായി നോക്കാം. അതുമാത്രമല്ല, കരുവാറ്റ കൊലപാതകം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. 2 വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നീർപ്പുഴയ്ക്ക് സമീപം യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൻകാപ്പ് നഗറിൽ നിഷ എന്ന 37കാരിയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ മൃതദേഹത്തിന് 4 ദിവസത്തെ പഴക്കമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. സംഭവത്തിൽ അപ്പൻകാപ്പ് നഗറിലെ സുരേഷ് എന്ന വ്യക്തിയെ 43കാരനാണ് അറസ്റ്റ് ചെയ്തു പോലീസ്. നിഷ കുറച്ചു നാളുകളായി സുരേഷിന്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. മുണ്ടേരി ഏട്ടപ്പാറ നഗറിലായിരുന്നു ഇരുവരും താമസം. നിഷയുടെ മൃതദേഹം ഈ നഗറിൽ നിന്നും, അതായത് ഇവർ താമസിച്ചിരുന്ന ഇടത്തു നിന്നും 1 കിലോമീറ്ററോളം അകലെ നൂൽപ്പുഴയുടെ ചെമ്പാലിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സുരേഷ് നേരത്തെയും കൊലപാതക കേസിലെ പ്രതിയാണ്. 2ാം ഭാര്യ മലച്ചി നഗറിലെ രമണിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ പ്രതിയാണ്. ഇപ്പോൾ ഇതാ കൂടെ താമസിച്ചിരുന്ന മറ്റൊരു യുവതിയെയും ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും എന്താണ് സംഭവിച്ചതെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. മുണ്ടേരിക്കടുത്ത് മേലെ മുണ്ടേരി നീർപ്പുഴയ്ക്ക് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയതോടെയാണ് കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. നിഷയുടെ കൊലപാതകം 3 ദിവസം മുമ്പ് തന്നെ നടന്നു. മൃതദേഹത്തിന് അത്രയും ദിവസത്തെ പഴക്കമുണ്ട്. ഈ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. സംശയരോഗമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നാണ് നിലവിലെ പോലീസിന്റെ നിഗമനം. കൂടുതൽ വിവരങ്ങളൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സംശയത്തെ തുടർന്ന് ഇയാൾ ഈ നിഷയെ ഒരുപാട് മർദ്ദിക്കാറുണ്ടായിരുന്നു എന്ന് പോലീസിന് അയൽവാസികളടക്കം സൂചന നൽകിയിരിക്കുകയാണ്. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് നിഷയെ കൊല്ലാൻ കാരണമായത് എന്നൊരു ചോദ്യം. നേരത്തെ ഒരു ഭാര്യയെ കൊലപ്പെടുത്തിയ പ്രതിയാണ്. ഇപ്പോൾ കൂടെ താമസിക്കുന്ന മറ്റൊരു യുവതി ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നു. തീർത്തും ഒരു കൊലപാതക കേസിൽ പ്രതിയായിരുന്ന അയാൾ പുറത്തിറങ്ങി ഇത്രയും കാലം മറ്റൊരു യുവതിക്കൊപ്പം താമസിച്ചു. മാത്രമല്ല, താമസിക്കാനുള്ള അവസരമൊക്കെ ഒരുക്കപ്പെട്ടു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ഒരു കൊലപാതകം കൂടി അയാൾ യാതൊരു കൂസലുമില്ലാതെ നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കരുവാറ്റയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി നോക്കാൻ നമുക്ക് ഏതുവരെ എത്തിയ അന്വേഷണമൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി നോക്കാം. കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം സ്വദേശി ശിവൻകുട്ടി ചെട്ടിയാരെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ 15-നായിരുന്നു. 17 രാവിലെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. 24 മണിക്കൂറിനകം കുറ്റാരോപിതരെ പോലീസ് പിടികൂടുകയും തൊണ്ടി മുതലായ 4.5 പവൻ സ്വർണം കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ കുറ്റാരോപിതർ പ്രായപൂർത്തിയാകാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കരുതൽ തടങ്കലിലാക്കി ഒരാഴ്ച പിന്നിടുകയാണ്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനോ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ന്യൂനമലകൾ ഒരുപാടുണ്ട്. പ്രതികൾ കൗമാരക്കാരായതുകൊണ്ട് തന്നെ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് 3 കൗമാരക്കാർ മൃഗീയമായിട്ടാണ് ഒരു 65കാരനെ കൊലപ്പെടുത്തിയത്. സമാനതകളില്ലാത്ത കുറ്റകൃത്യമാണ് ഇതെന്ന് പോലീസ് വിലയിരുത്തുന്നത്. ആശയവിനിമയത്തിന് പ്രത്യേകം സിം കാർഡ് എടുത്തത് ഉൾപ്പെടെയുള്ള നടപടി കൃത്യമായ ആസൂത്രണത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്.
അതുകൊണ്ട് തന്നെ മുതിർന്നവർ ഉൾപ്പെടുന്ന കേസുകളിൽ പ്രതികളെ പിടികൂടി ആയുധങ്ങളും തൊണ്ടിയും കണ്ടെത്തുന്നതോടെ അന്വേഷണം പൂർത്തിയാകും. ശാസ്ത്രീയ തെളിവ് കൂടി ശേഖരിച്ച് കോടതിയിൽ കുറ്റപത്രം നൽകാനും സാധിക്കും. പക്ഷേ ഈ കേസിലെ നൂലാമാല കാരണം ആരോപിതരെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കുക എന്ന പ്രാഥമിക നടപടി പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 16-നും 18-നും മധ്യേ പ്രായമുള്ളവർ കൊലപാതക കേസിൽ ഉൾപ്പെട്ടാൽ അവരെ മുതിർന്നവരായി പരിഗണിച്ച് വിചാരണ നടത്താനാകും. ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്. കരുവാറ്റ കേസിൽ പ്രതികളായ 3 കൗമാരക്കാരെ ഈ രീതിയിൽ വിചാരണ നടത്താനുള്ള അപേക്ഷയുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ബോർഡിനെ സമീപിച്ചിരുന്നു. നിർണായകമായ 5 CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു. ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ളതാണ് ആദ്യ ദൃശ്യം. നഗരത്തിൽ KSRTC ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യവും കിട്ടി. കരുവാറ്റിൽ ശിവൻകുട്ടി ചെട്ടിയാർ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് കുറ്റാരോപിതർ നടന്നുപോയതിന്റെ 2 ദൃശ്യങ്ങൾ സമീപത്തെ വീടുകളിലെ ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. കുറ്റകൃത്യത്തിന് ശേഷം മടങ്ങിപ്പോകുന്നതിന്റെ ദൃശ്യവും പോലീസ് ശേഖരിച്ചു. പ്രതികൾ ഹരിപ്പാട്ടെത്തി കരുവാറ്റയിലെ വീട്ടിൽ കയറി കൊലപാതകവും മോഷണവും നടത്തിയ ശേഷം മടങ്ങിയതായി വ്യക്തമാക്കുന്ന ഈ ദൃശ്യങ്ങൾ കേസിലെ നിർണായകമായ ഡിജിറ്റൽ തെളിവുകളാണ്. ഈ സമയം പ്രതികൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കണ്ടെത്താനുള്ള ശ്രമവും കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും. ഈ 67-കാരന്റെ കൊലപാതകവും കവർച്ചയും ആസൂത്രണം ചെയ്തെന്ന് പോലീസ് കണ്ടെത്തിയ 13-കാരിയായ കൊച്ചുമകളുടെ വിശദമായ മൊഴി കോഴിക്കോട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ രേഖപ്പെടുത്തും. പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തി മൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പോലീസ് ശിശുക്ഷേമ സമിതിക്ക് അപേക്ഷ നൽകിയിരുന്നു. പെൺകുട്ടി കോഴിക്കോട്ടെ ഒബ്സർവേഷൻ ഹോമിലായതിനാലാണ് ശിശുക്ഷേമ സമിതി കോഴിക്കോട് DCPOയെ ഇതിന് ചുമതലപ്പെടുത്തിയത്. മുത്തശ്ശൻ ദുരുദ്ദേശത്തോടെ മോശമായി പെരുമാറിയതിലെ പക കാരണമാണ് കൊലപാതകം നടത്താൻ ആൺ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടതെന്നായിരുന്നു 13-കാരി ആദ്യം പോലീസിന് നൽകിയ മൊഴി. എന്നാൽ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം താൻ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് മുത്തച്ഛൻ കണ്ടെന്നും ഇത് പുറത്തറിയാതിരിക്കാനാണ് കൊല ആസൂത്രണം ചെയ്തതെന്നും പെൺകുട്ടി പിന്നീട് മൊഴി മാറ്റുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് 2 സംഭവങ്ങൾ നടന്നിരിക്കുന്നത് 14-ാം തീയതി രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയിലാണ്. ഇതിൽ ഏത് സംഭവമാണ് ശരി അതറിയുകയാണ് അടുത്ത പോലീസിന്റെ ലക്ഷ്യം. കുട്ടി ഇങ്ങനെ മൊഴി മാറ്റുന്നതും അന്വേഷണ സംഘത്തിന് വലിയ രീതിയിൽ അവരെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നതായി മാറിയിരുന്നു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും കൗൺസിലറുടെയും സാന്നിധ്യത്തിൽ കൗൺസിലിംഗിലൂടെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പോലീസ് ശിശുക്ഷേമ സമിതിക്ക് അപേക്ഷയും നൽകിയിട്ടുണ്ട്. 15-ാം തീയതി രാത്രിയാണ് ഹരിപ്പാട് കരുവാറ്റയിലെ വാടക വീട്ടിൽ ഗൃഹനാഥൻ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കൊച്ചുമകളും ആൺ സുഹൃത്തും ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് പിടികൂടിയത്. 3 ആൺകുട്ടികൾ ചേർത്തല മായിത്തറയിലെയും പെൺകുട്ടി കോഴിക്കോട്ട് ഒബ്സർവേഷൻ ഹോമിലുമാണുള്ളത്. 3 ആൺകുട്ടികളെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള പോലീസിന്റെ അപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് 29-ന് പരിഗണിക്കും. അതേസമയം ഈ സംഭവം സുപ്രീം കോടതിയുടെ നിരീക്ഷണവും കൂടി ഇനി ഉണ്ടാകും. 8-ാം ക്ലാസ്സുകാരി ഉൾപ്പെടെ 4 കൗമാരക്കാർ ആസൂത്രിതമായി ഈ നടത്തിയ കൊലപാതകം ദേശീയ തലത്തിലും ചർച്ചയായ സംഭവമാണ്. സുപ്രീം കോടതി നിയോഗിച്ച ബാലാവകാശ നിയമ വിദഗ്ധർ കുറ്റാരോപിതരായ കുട്ടികളുമായി വീഡിയോ കോളിലൂടെ സംസാരിച്ചിരുന്നു. കോഴിക്കോട്ടെ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന പെൺകുട്ടിയുമായും ചേർത്തല മായിത്തറയിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന ഈ കൗമാരക്കാരുമായിട്ടാണ് സംസാരിച്ചത്. ഈ കുട്ടികൾ കുറ്റാരോപിതരാകുന്ന കേസിന്റെ വിചാരണ വേളയിൽ അടക്കം സുപ്രീം കോടതി നിയോഗിക്കുന്ന നിയമ വിദഗ്ധരുടെ നിരീക്ഷണവും ഉണ്ടാകും. ഇതിന്റെ ഭാഗമായാണ് കരുവാറ്റ കേസിലെ ഇടപെടൽ എന്നാണ് നിയമ വിദഗ്ധരുടെ നിഗമനം. ഹൈക്കോടതി കേന്ദ്രമായ കേരള നിയമസഹായ സമിതിയിലെ അംഗങ്ങൾ മായിത്തറയിലെ നിരീക്ഷണ കേന്ദ്രത്തിലെത്തി 3 കുട്ടികളുമായി സംസാരിച്ച് വിവരം ശേഖരിച്ചിരുന്നു. വരും ദിവസം അവർ കോഴിക്കോട് പോയി പെൺകുട്ടിയെയും കാണും. അപൂർവമായ കേസെന്നാണ് ഇതിനെ വിലയിരുത്തുന്നത്. എന്തായാലും ഇനി അടുത്ത ഘട്ടം വിവരശേഖരണത്തിനും തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിനും സംഭവ സ്ഥലത്ത് തെളിവെടുക്കുന്നതിനുമായി കുറ്റാരോപിതരെ കസ്റ്റഡിയിൽ വിടണമെന്നതാണ് അടുത്ത നിർണായകമായ ഘട്ടം. കൊലപാതക ശേഷം വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മറ്റും നഷ്ടപ്പെട്ടിരുന്നു. തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, മോഷണം മുതൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കുറ്റാരോപിതർ കയ്യൂർ ഉപയോഗിച്ചാണ് കൃത്യം നടത്തിയത്. ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന് കണ്ടെത്തണം. കൊല്ലത്ത് നിന്ന് തീവണ്ടിയിൽ ഹരിപ്പാട്ടെത്തിയ ഇവർ ഓട്ടോറിക്ഷയിലാണ് കരുവാറ്റയിൽ വന്നത്. ഇവർ ഓട്ടോറിക്ഷ ഡ്രൈവർ തിരിച്ചറിയുമോ എന്നും പരിശോധിക്കണം. ഈ വിവരങ്ങൾ പോലീസിന് വേണ്ടി സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനെ അറിയിച്ചത്. കുറ്റാരോപിതർ പ്രായപൂർത്തിയാകാത്തവരായതിനാൽ ചോദ്യം ചെയ്യലിന് പകരം അഭിമുഖം നടത്താനേ അനുമതി കിട്ടൂ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സാന്നിധ്യം ഉണ്ടാകണം. കസ്റ്റഡിയിൽ വിടുന്നതിന് എക്സ്കോർട്ട് മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. അതിസുരക്ഷയോടെ മാത്രമേ ഇവരെ പോലീസിനെ കൊണ്ടുപോകാൻ സാധിക്കൂ. സ്വകാര്യത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അങ്ങനെ ഒരുപാട് നിയമക്കുരുക്കുകളൊക്കെ ഉണ്ട്. ഇവരെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ ഐഡന്റിറ്റി പുറത്ത് വിടരുത് എന്നൊരു കാര്യമുണ്ട്. എന്തായാലും നിർണായകമായ ഒരു കേസാണ്. ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു കുഴയൽ അല്ലെങ്കിൽ എന്താണ് കാരണം എന്ന ഒരു കാര്യത്തിൽ, കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്ന കാര്യത്തിലൊക്കെ നിർണായകമായ കണ്ടെത്തൽ നടത്തേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.